നല്ല മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കണമെങ്കിൽ നേരെ പൊന്നാനിയിലേക്ക് വന്നോളൂ എന്നാണ് സമീർ ബിൻ കരീം പറയുന്നത്. പുലർച്ചെ മുതൽ തന്നെ പൊന്നാനിയിലെ ഹോട്ടലുകളിൽ ചൂടുള്ള മുട്ടപ്പത്തിരിയും എരിവുള്ള ബീഫും കിട്ടും. പൊന്നാനിയും മുട്ടപ്പത്തിരിയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൊന്നാനി വരെ പോയിട്ട് വരാം. അവിടുത്തെ മുട്ടപ്പത്തിരിയുടെയും ബീഫിന്റെയും ഒക്കെ വിശേഷവും രുചിയും അറിഞ്ഞു വരാം. മുട്ടപ്പത്തിരി എന്ന് കേട്ടിട്ടുണ്ടോ? മുട്ടപ്പത്തിരിയും ബീഫും ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ തന്നെ മുട്ടപ്പത്തിരി ഭയങ്കര സുപരിചിതമാണ്. പൊന്നാനിയാണ് ഇതിന്റെ ഉറവിടം എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പൊന്നാനിയിൽ നിരവധി കടകളുണ്ട് ഈ മുട്ടപ്പത്തിരിയും ബീഫും ഒക്കെ വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പൊന്നാനിയിൽ പോയി ഇവിടെയൊക്കെ കയറി മുട്ടപ്പത്തിരിയും ബീഫൊക്കെ കഴിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത്തവണത്തെ നമ്മുടെ യാത്ര ദാ ഇക്കാണുന്ന സൈക്കിളിലാണ്. പൊന്നാനിക്ക് പോകുമ്പോൾ എപ്പോഴും ഇരുചക്ര വാഹനമാണ് നല്ലത്. ചെറിയ ഒരുപാട് റോഡുകളുള്ള ഇടമാണ് പൊന്നാനി. അതുകൊണ്ട് തന്നെ ബൈക്കോ സ്കൂട്ടറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സൈക്കിളൊക്കെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഈ സൈക്കിളിൽ യാത്ര ആരംഭിക്കാം. നമ്മളങ്ങനെ പൊന്നാനി വലിയ പള്ളിക്കടുത്തുള്ള ഹനീന റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 75 വർഷമായി ഇവിടെ മുട്ടപ്പത്തിരിയും ബീഫും വിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. സൈക്കിൾ ഓടിച്ചു വന്നുകൊണ്ട് വിശപ്പും അല്പം കൂടിയിട്ടുണ്ട്. ഇക്കാ ആയോ? മുട്ടപ്പത്തിരിയും ബീഫൊക്കെ ആയോ? റെഡിയാണ്. മുട്ടപ്പത്തിരിയും ബീഫും റെഡിയാണ്. നല്ല ചൂടുള്ള മുരിഞ്ഞ മുട്ടപ്പത്തിരിയിൽ നല്ല ചൂടുള്ള ബീഫ് കറി, അത് അതിലിങ്ങനെ കുതിർന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പീസ് എടുത്ത് ഞാൻ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഇരട്ടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ സൈക്കിളൊക്കെ ഓടിച്ച് വന്നുകൊണ്ട് വിശപ്പൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് കൂടിയാണോ എന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റ്, ഒന്നും പറയാനില്ല. കൂടുതൽ സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ചൂടാറിപ്പോവും. ചൂടാറിക്കഴിഞ്ഞാൽ ടേസ്റ്റ് പക്ഷെ കുറയും എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. നമുക്ക് ടേസ്റ്റാണ് മുഖ്യം, അതുകൊണ്ട് സംസാരം നമുക്ക് പിന്നാക്കാം. ഈ മുട്ടപ്പത്തിരി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ ഒരു ഫ്ലേവറും അതിലുണ്ടായിരുന്നില്ല. പേര് മുട്ടപ്പത്തിരി എന്നാണ്. എന്താ അത്, മുട്ടയായിട്ടൊരു ബന്ധം ഇതിനില്ലേ? മുട്ടയുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ പത്തിരിക്ക്. മുട്ടപ്പത്തിരി എന്ന് മാത്രമുള്ള പേരുള്ളൂ. എങ്ങനെയാ അതിന്റെ കഥ? എങ്ങനെയാ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ വാപ്പാര് ഇത് ഉള്ള സമയത്തുള്ള പേരാണ് മുട്ടപ്പത്തിരി എന്നുള്ളത്. പഴയ കാലത്തൊക്കെ ഈ മുട്ടപ്പത്തിരിയിൽ പപ്പടമൊക്കെ ചേർത്തിരുന്നു. ഇപ്പം പപ്പടം ചേർക്കും എന്നുള്ളത് എനിക്കറിയില്ല. രാവിലെ എത്ര മണിക്കാ നമ്മളിവിടെ ഈ കട തുറക്കുന്ന എപ്പോഴാ? 4:30-5 മണിയാകുമ്പോഴേക്ക് ഓപ്പൺ ചെയ്യും കട. ഈ കടയോട് ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു കുളമുണ്ട്. ഈ കുളത്തിനരികിലിരുന്ന് അല്ലെങ്കിൽ കുളക്കരയിലിരുന്ന് മുട്ടപ്പത്തിരി കഴിക്കാൻ നല്ലൊരു വൈബാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇവിടെ ഏതാനും ചില യുവാക്കൾ ഇവിടെ ഇരുന്ന് മുട്ടപ്പത്തിരിയൊക്കെ കഴിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിപ്പിടമൊക്കെ തന്നെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയൊരു കുളം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസമുണ്ടെന്നാണ് അവരൊക്കെ പറയുന്നത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്? അപാര ടേസ്റ്റ് ആട്ടാ, പറയാതിരിക്കാൻ വയ്യ, സൂപ്പറാണ്. ഇനി ക്ലീൻ ആക്കാനൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, എല്ലാം ക്ലീനായി, അടിപൊളിയാണ്. 3 പറ. അടിപൊളിയാണ്. ഞങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് പട്ടാമ്പിന്ന് വരുന്നു. രാവിലെ തന്നെ നീച്ച് ഉമ്മനെ നീപ്പിച്ചിട്ട് പോകുന്ന ഫുഡ് കഴിക്കാൻ. അടിപൊളി ഫുഡാണ്, കുഴപ്പമില്ല. ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നത്. കൂട്ടത് മൈദ,
ഈ നനച്ച് പിടിച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി മൈദാണ് മിക്സ് ചെയ്യണം. ഇത് ലൈവായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ബീഫ് കാലത്ത് 3 മണിക്ക് സെറ്റ് ചെയ്തു. ഈ പൊന്നാനിയിലെ എത്ര കാലമായിട്ട് ഈ മുട്ടപ്പത്തിരി ബീഫും ഇങ്ങനെ വിൽക്കുന്നുണ്ട്? എങ്ങനെയാണിത്, എവിടേക്കാണിത് കിട്ടുക? എങ്ങനെ അതിന്റെ പരിപാടി എങ്ങനെയാത്? പരിപാടി വെച്ചാൽ അത് ഇവിടെ ഉള്ളതാണ് പൊതുവെ, പക്ഷെ ഇവിടെയാണ് മെജോറിറ്റി കൂടുതൽ. ഇവിടെ അധികം ഇവിടെ ഈ കടയിലാണ് ഉള്ളത്. അപ്പുറത്തൊക്കെ ഉണ്ട്, എന്നാലും ആളുകൾ അന്വേഷിച്ച് വരെ ഇവിടെ ആയിരിക്കും. ഒരുപാട് പഴക്കമുള്ള കടയാണ്. കാരണം ഞാൻ ചെറുപ്രായം മുതലേ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ മേശയും കസേരയും മാറ്റിയതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ പഴക്കം അറിയാം. തേഞ്ഞിട്ട് അതിൻ്റെ കാലൊക്കെ തേഞ്ഞിട്ട് ഉള്ള ഒരു സമ്പ്രദായമായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അതായിരുന്നു ഹരം. ഇപ്പം പിന്നൊക്കെ പരിഷ്കരിച്ച്. ഈ പഴയ കാലത്തൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ഭക്ഷണമാണോ ഈ മുട്ടപ്പത്തിരി ബീഫ് എന്നുള്ളത്? അങ്ങനെയല്ല. അതായത് ഇത് രാവിലെ പുലർച്ചെ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ആളുകൾക്കൊരു പ്രത്യേകതയാണ് ഒരു മുട്ടപ്പത്തിരിയും ചായയും കുടിക്കുക എന്നുള്ളത്. അത് ഇവിടെ പൊന്നാനിയിൽ പ്രത്യേകമാണ്. അതെല്ലാ കടകളിലും ഉണ്ടാവും. അതുപോലെ ഇവിടെയുണ്ട്. മുട്ടപ്പത്തിരിയും ബീഫും എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ വന്ന ആളുകളൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊന്നാനിയിലൊക്കെ ഒന്ന് വരിക, ഇതുപോലെ നിരവധി കടകളുണ്ട്. എവിടെന്നെങ്കിലും ഒക്കെ മുട്ടപ്പത്തിരി ബീഫും ഒക്കെ കഴിക്കുക, എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം. ക്യാമറാമാൻ അഭിത്ത് കല്ലായിക്കും സഹായ് സുജിത്തിനുമൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.